അവർ ഗുഹയിൽ പ്രവേശിച്ചു. ഇനി ആ ഗുഹയിൽ അവരുടെ അവസ്ഥ പറയാം. ആ ഗുഹയുടെ അവസ്ഥ അവർക്കെങ്ങനെയാണ് അനുഭവവേദ്യമായത് എന്നാണ് ഇനി അടുത്ത ആയത്ത് പറയുന്നത്. വതറശംസ, സൂര്യനെ നിനക്ക് കാണാം. തറ, നിനക്ക് കാണാം. റഅ, കണ്ടു. യറ, കാണാം. തറ, നിനക്ക് കാണാം. അശംസ, സൂര്യനെ. ഇദാ ത്വലഅത്, അത് ഉദിക്കുന്ന വേളയിൽ. ത്വലഅത് എന്ന് പറയുന്നത് ഷംസ് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് ത്വലഅത് എന്ന് പ്രയോഗിക്കുന്നത്. ഇദാ ത്വലഅത്, ആ സൂര്യൻ ഉദിക്കുന്ന വേളയിൽ നിനക്കതിനെ കാണാം. തസാവറു, അത് തെറ്റിപ്പോകുന്നു. തസാവറു ഐ തമീലു, അത് തെന്നി മാറിപ്പോകുന്നു, ചാഞ്ഞു പോകുന്നു, ചെരിഞ്ഞു പോകുന്നു. അതാണ് തസാവറ എന്ന് പറഞ്ഞാൽ. മാല യമീലു, ചെരിഞ്ഞുപോയി, തെന്നിമാറി, തെറ്റിപ്പോയി എന്നൊക്കെ അർത്ഥം. അൻ കഹ്ഫിഹിം, അവരുടെ ഗുഹയെയും വിട്ട്. ഗുഹക്കകത്തേക്ക് സൂര്യപ്രകാശം കയറൂല. സൂര്യ ഉദിച്ചിങ്ങനെ വന്നാൽ ഗുഹയുടെ അകത്തേക്ക് സൂര്യപ്രകാശം തീയൂല, കയറൂല. ആ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് വെയിൽ കൊള്ളാതെ തെന്നിമാറി അങ്ങനെയാണ് പോകും ആ സൂര്യന്റെ പ്രകാശം ഉദയവേളയിൽ. ദാത്തൽ യമീനി, വലതുവശത്തേക്ക്, വലതുഭാഗത്തേക്ക് അങ്ങനെയാണ് പോകും സൂര്യൻ. അതിൻ്റെ വലതുവശത്തേക്ക് അങ്ങനെയാണ് പോകും, ഇങ്ങോട്ട് പ്രവേശിക്കൂല അതിൻ്റെ വെയിൽ. ചേർത്ത് വായിക്കുമ്പോൾ ഇതാ ത്വലഅത്ത് തസാവറു എന്ന് വായിക്കൂല, അറിയാലോ, നമ്മൾ പാരായണം ചെയ്തപ്പോൾ ശ്രദ്ധിച്ചല്ലോ. ഇതാ ത്വലഅത്ത് തസാവറു ഇദ്ഗാം ചെയ്യും. താവ് മറ്റേ തായിൽ കൂട്ടി യോജിപ്പിച്ചാണ് പാരായണം ചെയ്യേണ്ടത്. പിന്നെ വഇദാ ഗറബത്ത് ഉണ്ടോ, അവിടെ അങ്ങനെ തന്നെയാണ്. വഇദാ ഗറബത്ത്, ആ സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത്. ഇനി ഉദയ നേരത്ത് വെയിൽ കൊള്ളൂല. ഇനി അസ്തമന നേരത്ത് എന്താ സംഭവിക്കുക? ഗറബ, അസ്തമിച്ചു. ത്വലഅയുടെ ഓപ്പോസിറ്റ്. വഇദാ ഗറബത്ത്, അത് അസ്തമിക്കുന്നതായാൽ തഖ്രിളുഹും, അത് അവരെ വിട്ടുകിടക്കും. ഖറബ യഖ്രിളു, തഖ്രിളു, വിട്ടുകിടന്നു, മുറിച്ചു കിടന്നു എന്നൊക്കെയാണ് അർത്ഥം. അവരെ സ്പർശിക്കാതെ അങ്ങോട്ട് വിട്ടുമാറിപ്പോകും. നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപം. തഖ്രിളുഹും, അവരിൽ നിന്ന് വിട്ടുകടന്നു പോകും. എങ്ങോട്ട്? ദാത്തശിമാൽ, ഇടത് ഭാഗത്തേക്ക്. ഉദിക്കുമ്പോൾ വലതു ഭാഗത്തേക്കും അസ്തമിക്കുമ്പോൾ ഇടത് ഭാഗത്തേക്കുമായിട്ട് സൂര്യൻ അങ്ങ് നീങ്ങിപ്പോകും, വെയിലങ്ങ് നീങ്ങിപ്പോകും. വഹും, അവരാകട്ടെ, ഈ ചെറുപ്പക്കാരാവട്ടെ, ഫീ ഫജ്വത്തിൻ മിൻഹു, ആ ഗുഹയിലെ വിശാലമായ ഒരു ഇടത്തുമാണ്. ഗുഹാമുഖത്തല്ല അവർ കിടക്കുന്നത്, അതിൻ്റെ അകത്തുകൾ ഇപ്പം വിശാലതയുണ്ട്. ആ വിശാലതയുള്ള മുത്തസിആയ സ്ഥലത്താണ് ആരുള്ളത്? ഈ ആളുകൾ ഉറങ്ങിക്കിടക്കുന്നത്. ഫജ്വത്ത് എന്ന് പറഞ്ഞാൽ മുത്തസിഅ, വിശാലമായ ഇടം. ഫജ്വ. ദാലിക മിൻ ആയാതില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമാകുന്നു. അള്ളാഹിൻ്റെ ഒരു ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇതൊക്കെ. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. മൻ യഹ്ദില്ലാഹ്, ആരെ അള്ളാഹു സന്മാർഗത്തിലാക്കിയോ. ഹദാ യഹ്ദി, മൻ യഹ്ദി, ആരെ സന്മാർഗത്തിലാക്കിയോ, അള്ളാഹു സന്മാർഗത്തിലാക്കിയോ. ഫഹുവൽ മുഹ്തദ്, അവനാണ് സന്മാർഗം ലഭിച്ചവൻ. മുഹ്തദ്, സന്മാർഗം ലഭിച്ചവൻ. ഫഹുവൽ മുഹ്തദ്. വമൻ യുദ്ലിൽ, ആരെ അവൻ പിഴവിലാക്കിയോ. ദല്ല യദില്ലു, അദല്ല യുദില്ലു, പിഴപ്പിച്ചു. ആരെ അവൻ വഴിപിഴവിലാക്കിയോ എങ്കിൽ ഫലൻ തജിദ, നിനക്ക് കണ്ടെത്താനാവില്ല. ലഹു, ആ വഴിപിഴച്ച വ്യക്തിക്ക്, വലിയൻ, ഒരു രക്ഷാധികാരിയെയും, മുർഷിദ, നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു രക്ഷാധികാരിയെയും നിനക്ക് കാണാനാവില്ല. വജദ യജിദു, അതാണ് തജിദ. ഫലൻ തജിദ ലഹു, അവന് നീ കണ്ടെത്താൻ കഴിയില്ല. വലിയൻ, രക്ഷാധികാരി.
മുർഷിദൻ, നേർവഴിയിലേക്ക് വെളിച്ചം നൽകുന്ന മുർഷിദ്, ദിശാബോധം നൽകുന്ന ഒരു രക്ഷാധികാരിയെയും നിനക്ക് അത്തരക്കാർക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? ആ ഗുഹയുടെ അത്ഭുതകരമായൊരവസ്ഥയാണ് പറയുന്നത്. ഇവിടെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ധാരാളം മുഫസ്സിറുകൾ പറഞ്ഞത് എന്താണ്? ഗുഹയുടെ കിടപ്പ്, ആ ഗുഹയുടെ അവസ്ഥ, പൂർണ്ണമായും അതിലേക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഈ ആളുകൾ ഇത്രയും കൊല്ലയിൽ കിടക്കണ്ടേ? അപ്പം അതുകൊണ്ട് തന്നെ അതിലേക്ക് വെയിൽ കൊള്ളാത്ത രീതിയിലായിരുന്നു ആ ഗുഹയുടെ അവസ്ഥ തന്നെ അങ്ങനെയായിരുന്നു എന്നാണ് പലരും വ്യാഖ്യാനിച്ചത്. അതായത് സൂര്യൻ ഉദിച്ചാൽ അതിലേക്ക് വെയിൽ ഉള്ളിൽ കണ്ട് അടിക്കൂല, അസ്തമിക്കുമ്പോഴും വെയിൽ ഉള്ളിൽ കണ്ട് അടിക്കൂല. അപ്പൊ കിഴക്കുന്നുദിച്ച് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നു. അപ്പോ സ്വാഭാവികമായി ഗുഹാമുഖം എങ്ങോട്ടായിരിക്കും? വടക്ക് ഭാഗത്തേക്കായിരിക്കും, തെക്ക് വടക്കായിട്ടായിരിക്കും ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുഖം ഏത് ഭാഗത്തേക്കായിരിക്കും? വടക്ക് ഭാഗത്തേക്ക്, നോർത്തിലേക്ക്. അപ്പോ ആ വിധത്തിൽ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത്, അപ്പൊ ആ വിധത്തിലായിരിക്കും ഗുഹയുടെ കിടപ്പ്. അപ്പൊ അവിടുന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ അതിലൂടെ ഇങ്ങനെ മേലോട്ടാണല്ലോ ഇങ്ങനെ ഉദിച്ചു പോവുക. അപ്പൊ വെയിലെന്ത് ചെയ്യൂല? ഇതിൻ്റെ ഉള്ളിലേക്കാണ് കിടക്കൂല. പിന്നെ അസ്തമിക്കുന്ന നേരത്തും ആ വെയിലും തന്നെ അങ്ങോട്ട് പോകില്ല, അത് അങ്ങോട്ട് ഇടത് ഭാഗത്തേക്കായി അങ്ങോട്ട് പോകും. അങ്ങനെയായിരുന്നു അവിടുത്തെ സെറ്റപ്പ്. പിന്നെ അതുകൊണ്ട് അല്പൊക്കെ വെയിലിഞ്ഞിപ്പൊന്ന് ഗുഹയുടെ മുഖത്തേക്ക് വന്നാലും ഇവർക്ക് യേശുവില്ല. കാരണം വഹും ഫീ ഫജ്വത്തിൻ മിൻഹു, അവരാകട്ടെ ഗുഹാമുഖത്തൊന്നുമല്ല കിടക്കുന്നത്. പിന്നെ എവിടെയാ? ഗുഹക്കകത്തുള്ള പ്രവിശാലമായ ഒരു ഏരിയ ഉണ്ട്, അവിടെയായിരുന്നു അവര്. വഹും ഫീ ഫജ്വത്തിൻ മിൻഹു. എന്നിട്ട് ദാലിക മിൻ ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണത്. അവിടെ ആ ആയത്ത് വിശദീകരിച്ചപ്പോൾ അവിടെ ഈ അഭിപ്രായം പറഞ്ഞ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് എന്താ? ഏതഭിപ്രായം പറഞ്ഞവര്? ഗുഹയുടെ കിടപ്പ് തന്നെ അങ്ങനെ ആയിരുന്നത് കൊണ്ട് സൂര്യൻ ഉദിച്ചാൽ അസ്തമിച്ചാലൊന്നും വെയിൽ അങ്ങോട്ട് കയറാത്ത രൂപത്തിലായിരുന്നു ഗുഹയുടെ കിടപ്പ് തന്നെ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച ആളുകൾ ദാലിക മിൻ ആയാത്തില്ല, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞതിന് അവർ നൽകുന്ന വ്യാഖ്യാനം ഈ ഗുഹയെക്കുറിച്ചോ വെയിൽ കൊള്ളാത്തതിനെ കുറിച്ചോ അല്ല പറഞ്ഞത്, മറിച്ച് അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതായിരുന്നു. എന്ത്? അത്രയും അതിശക്തമായ ഒരു രാജാവിൻ്റെയും ഭരണ അധികാരത്തിൻ്റെയും ഇടയിൽ നിന്ന് ഒരു സംഘം ചെറുപ്പക്കാര് ദീനിനു വേണ്ടി പുറപ്പെടാൻ തയ്യാറായി എന്നുള്ളത് അള്ളാഹിന്റെ രായത്താണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ പോയി ഒരു ഗുഹയിൽ അഭയം തേടാൻ തയ്യാറായി സർവരൂപത്തിലുള്ള പ്രതീക്ഷയോടെ, അള്ളാഹുവിലുള്ള സദ്വിചാരത്തോടെ എന്നുള്ളതും ആ ചെറുപ്പക്കാർക്ക് നൽകിയ വലിയ അനുഗ്രഹമായിരുന്നു. അതും അള്ളാഹിന്റെ രായത്താണ്. ഗുഹാമുഖത്തേക്ക് തെരച്ചിൽ സംഘം എത്തിയപ്പോൾ അവരെ കണ്ടെത്താനാവാതെ മടങ്ങിപ്പോകേണ്ടി വന്നു. ആ നാട്ടിൽ തന്നെയുള്ള പരിസരത്തുള്ള ഗുഹയായിരുന്നിട്ട് പോലും അതിശക്തമായ നിലക്കുള്ള ഒരു സെർച്ചിങ് ആ ഗുഹക്കകത്തേക്ക് കടന്നിട്ട് ചെയ്യാൻ അവർക്ക് തോന്നിയില്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് ആയാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ ഈ പറഞ്ഞ വ്യാഖ്യാനം പറഞ്ഞ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അതേ അവസരത്തിൽ ആധുനിക പണ്ഡിതനായ മുഹമ്മദ് അമീനു ശൻഖീത്തി റഹിമഹുല്ലാ, അദ്ദേഹം ഒരു 100 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അദ്വാഉൽ ബയാൻ എന്ന തഫ്സീറിൽ അദ്ദേഹം മുൻഗാമികളായ പല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത് കേവലം ഗുഹയുടെ കിടപ്പ് അങ്ങനെ ആയതുകൊണ്ടല്ല വെയിൽ കൊള്ളാത്തത് എന്നാണ്, മറിച്ച് അവിടെ ഒരു കറാമത്താണ്, ഒരു അത്ഭുതം അല്ലാഹു തആല ഉണ്ടാക്കിയത് തന്നെയാണെന്നാണ്. സൂര്യൻ ഉദിച്ചു വന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം പോകില്ല, അസ്തമിക്കുമ്പോഴും പോകില്ല. അവർക്ക് കംപ്ലീറ്റ് നല്ല സേഫ് നൽകുന്ന വിധത്തിലായിരുന്നു സൂര്യന്റെ ചലനം പോലും. അത് അവർക്ക് അള്ളാഹു കൊടുത്തൊരു വലിയ അത്ഭുതമായിരുന്നു. അതാണ് അതിന്റെ ഉദ്ദേശം. ഇത് അള്ളാന്റെ ഒരു അത്ഭുതമായി തീരണമെങ്കിൽ ഗുഹയുടെ കിടപ്പ് പ്രകൃത്യ നാച്ചുറൽ തന്നെ അങ്ങനെ ഗുഹ കടന്നതുകൊണ്ടാണ് ആ വെളിച്ചം, അല്ലെങ്കിൽ വെയിലവർക്ക് ഏശാത്തത് എന്ന് പറഞ്ഞാൽ അതിലിപ്പോ വലിയ പുതുമയൊന്നും ഇല്ലല്ലോ. പക്ഷെ അതൊരു പുതുമയായിട്ട് അല്ലാഹു ദാലിക മിൻ ആയാത്തില്ല എന്നൊക്കെ പറഞ്ഞതിനാൽ ആയത്തിന്റെ സന്ദർഭത്തോട് കൂടുതൽ യോജിക്കുന്നത് അവരുടെ ഭാഗത്തുകൂടെ അവർക്ക് ഉപദ്രവകരമാകുന്ന നിലക്ക് ശംസിന്റെ വെയിലങ്ങോട്ട് ഏശ്യതയില്ല എന്നാണ്. അത് അവർക്ക് നൽകപ്പെട്ട ഒരു കറാമത്തായിരുന്നു എന്നാണ്
എന്നതാണ് എനിക്ക് ആ വീക്ഷണത്തിൽ കൂടുതൽ നന്നായി തോന്നുന്നത് എന്നാണ് മുഹമ്മദ് അമീനു ശിൻഖീത്തി റഹിമഹുല്ലാ, മുൻഗാമിയായ സുജാജ് റഹിമഹുല്ലാ, അതേപോലെ മറ്റു പല പണ്ഡിതന്മാരുടെയും റാസിയുടെ ചില അഭിപ്രായങ്ങൾ തഫ്സീറിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം എടുത്ത് സമർത്ഥിക്കുന്നത്. എന്തായിരുന്നാലും രണ്ട് വിശദീകരണമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ വിശദീകരണം നാച്ചുറൽ പ്രശ്നം കാരണത്താലാണ് അവർക്ക് വെയിലടിക്കാത്തതെങ്കിൽ ദാലിക മിൻ ആയാത്തില്ല എന്ന് പറഞ്ഞത് എന്താ ഉദ്ദേശം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതൊക്കെയാണ് ഉദ്ദേശം. അതല്ല ഇപ്പറഞ്ഞതാണെങ്കിൽ ഇത് തന്നെയാണ് വലിയ അത്ഭുതം എന്നാണ് ആ നിലയ്ക്ക് വ്യാഖ്യാനിച്ചവരും പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് വ്യാഖ്യാനങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതിന് മാത്രമേ. എന്തായിരുന്നാലും അവർക്ക് വെയിൽ കൊണ്ടിരുന്നില്ല എന്നാണ് ഇപ്പം ചുരുക്കം. അവർക്ക് വെയിൽ കൊണ്ടിരുന്നില്ല. എന്നാൽ കാറ്റും വെളിച്ചമൊക്കെ കടക്കും വേണം. ആ വിധത്തിലാണ് സംവിധാനം. നല്ല പ്രകാശം ഉള്ളിലേക്ക് കയറുന്നുണ്ട്, എന്നാൽ വെയിലല്ല. അതേപോലെ തന്നെ അവർക്ക് നല്ല ശുദ്ധവായു കിട്ടുന്നുണ്ട്, ഓക്സിജൻ കിട്ടുന്നുണ്ട്, ഗുഹാമുഖം തുറന്നു കിടപ്പാണ്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അതൊക്കെ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.